ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ ഏതാണ്? മാർക്കോ ആണ്. എനിക്ക് വണി വിശ്വനാഥിന്റെ പോലീസ് ഓഫീസർ വേഷം എനിക്ക് അമരൻ, മഞ്ഞുമൽ ബോയ്സ്. സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരു വടക്കൻ വീരകഥ. ആകാശദൂത് ഇഷ്ടമാണ്. ഹായ്, പേരെന്തായിരുന്നു? ഗൗരി. ഗൗരി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലിം ഏതാണ്? മഞ്ഞുമൽ ബോയ്സ് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ്? അത് എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥയാണല്ലോ, അപ്പൊ അത് കാരണം ഇഷ്ടം. അത്രയും ഡീപ്പ് ഫ്രണ്ട്സിന്റെ ഒരു സ്റ്റോറി ആയതുകൊണ്ടാണ് ഇഷ്ടം. ചേച്ചി നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് ദീപ്തി. ദീപ്തി. അപ്പോൾ ചേച്ചിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ ഏതാണ്? സിനിമ എനിക്ക് വണി വിശ്വനാഥിന്റെ പോലീസ് ഓഫീസർ വേഷം എനിക്ക് നല്ല സിനിമകളാണ്. അപ്പോൾ കുറച്ചുകൂടി സ്ത്രീകൾ ബോൾഡായി ബോൾഡായിട്ട് നിൽക്കണം തന്നെയാണ് ആഗ്രഹം. ഇഷ്ടപ്പെട്ട നടി വാണി വിശ്വനാഥാണ്? അല്ല, മഞ്ജു വാര്യരെ ഇഷ്ടപ്പെടുന്നു. വണി വിശ്വനാഥൻ ഇഷ്ടമാണ്, പക്ഷെ നല്ല ഏറ്റവും ഇഷ്ടമുള്ളത് മഞ്ജു വാര്യർ. ഹലോ, പേരെങ്ങനെയായിരുന്നു? ആതിര. ആതിര അല്ലേ. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ? അതിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലിം ഏതാണ്? താരെ സമീൻ പർ. എന്തുകൊണ്ടാണ്? അതൊരു കുട്ടീൻ്റെ സ്റ്റോറി അല്ലേ, ഡിസ്ലെക്സി വന്നിട്ട്, അപ്പോൾ ആ കുട്ടീൻ്റെ ഓരോ ഫേസ് അതൊക്കെ കാണിക്കുന്നത് ഇൻഫ്ലുവൻസ്. ഇഷ്ടപ്പെട്ട നടൻ ആമിർ ഖാനാണോ? അങ്ങനല്ല, എല്ലാവരും ഇഷ്ടമാണ്. ചേട്ടാ നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? പേര് രജീഷ്. രജീഷില. ചേട്ടാ എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ. ചേട്ടനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ ഏതാണ്? മലയാള സിനിമ ഏതാണെങ്കിലും. സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് ഒരു വടക്കൻ വീരകഥ. വടക്കം വീര. എന്താണ്, എന്തുകൊണ്ടാണ്? എല്ലാം കൊണ്ടും വടക്കൻ വീരകഥ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെ ഞാൻ ഒരുപാട് അത്യാവശ്യം നല്ല സിനിമ കാണുന്ന ആളാണ്. ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും മികച്ച തിരക്കഥ എന്ന് തോന്നിയൊരു മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത്രയും നന്നായിട്ട് മേക്കിംഗ് ചെയ്തൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ ചന്തു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം നമ്മളൊക്കെ ചെറുപ്പത്തിലെ കേൾക്കുന്നത് ഒരു ദുഷ്ട കഥാപാത്രമാണ്, ചതിയനാണ്. ആ ചതിയനായ ചന്തുവിനെ ഒരു ഹീറോ ആക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു തിരക്കഥയുടെ മേന്മ തന്നെ ആയിരിക്കും, മിടുക്കന്നെയാണ്. പിന്നെ മമ്മൂട്ടി എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വടക്കൻ വീരകഥ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഇനി റിലീസ് ചെയ്തല്ലോ, റിലീസ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവരെല്ലാം പോയിട്ട് കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്. അതെ, എനിക്ക് 3-4 വയസ്സുള്ള അപ്പോഴാണ് കാണാൻ സിനിമ റിലീസ് ചെയ്ത്. അന്നൊന്നും നമുക്ക് ഇത് അറിയില്ലല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ എല്ലാവരെയും കൂട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, പോയി ആ സിനിമ കണ്ടിട്ടുണ്ട്. എല്ലാം ഉണ്ട്, തിരക്കഥയും മേക്കിംഗ് ആയാലും അഭിനയമായാലും കലാസംവിധാനം എന്നൊക്കെ പറയുന്നത് നേരത്തെ ആ കലാസംവിധാനം. പിന്നെ ഏറ്റവും മികച്ച സംഗീതം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സംഗീതം അല്ലേ. അതിലുള്ള ഒരു പാട്ട് പോലും നമുക്ക് എന്ത് ചെയ്യണം, മലയാളികൾ മറക്കുകയില്ല. പിന്നെ മമ്മൂട്ടീൻ്റെ വോയിസ് മോഡുലേഷൻ അതൊക്കെ ഭയങ്കര അട്രാക്ഷനാണ്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അതാണ്. ചേച്ചി നമസ്കാരം, പേരെങ്ങനെയായിരുന്നു? പേര് ഷീജ. ഷീജ. ചേച്ചി എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. ചേച്ചിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ ഏതാണ്? ആകാശദൂത് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? കുട്ടികളെ ഒരു കുടുംബത്തിന്റെ ചിത്രമായതുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ്. അത് കണ്ടിട്ട് നല്ലോണം കരഞ്ഞോ? ഓ, കുറച്ച് കരഞ്ഞ്. നേരത്തേക്കല്ലേ? കുട്ടികളെ ആ ഭാഗം നല്ല ഫീൽ ചെയ്തിട്ടുണ്ട്. ഹായ്, പേരെങ്ങനെയായിരുന്നു? അനശ്വര. അപ്പോൾ അനശ്വര, എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അനശ്വരനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ ഏതാണ്? മാർക്കോ ആണ്. എന്തുകൊണ്ടാണ്? എല്ലാവരുടെ ലൈഫിലും ഇത് ഹാപ്പൻ ചെയ്യണമെന്നില്ല. അപ്പം വയലൻസ് മൂവിയാണ്, പക്ഷേ എല്ലാവരും ആ വയലൻസ് തന്നെ എടുക്കണം എന്നില്ല, അതിൻ്റെ നല്ല ഭാഗം എടുക്കാം. അപ്പം ഒരു എൻ്റർടൈനിങ്ങിനാണ് ഇപ്പം ആ മാർക്കോ മൂവി റിലീസ് ചെയ്തത്. പക്ഷേ ഓരോരുത്തർ അത് കണ്ടിട്ട് അതന്നെ ആവണമെന്നില്ല, അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എടുക്കാവുന്നതാണ്. ബ്രോ ഹായ്, പേരെങ്ങനെയായിരുന്നു? സായന്തല. അപ്പം ബ്രോനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സിനിമ ഏതാണ്? സിനിമ ജേക്കബിന്റെ സ്വർഗരാജ്. എന്തുകൊണ്ടാണ്? ഹസിൽ ചെയ്ത് മണിയാക്കുന്ന അത് കണ്ടിട്ടാണ് ഇൻസ്പയർ ആയിട്ടുള്ളത്. ബ്രോ പേരെന്തായിരുന്നു ബ്രോ? നേതിക്ക് അല്ലേ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അപ്പോൾ നേതിക്കിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഫിലിം ഏതാ? അമരൻ. ശിവകാർത്തികേയൻ്റെ. എന്തുകൊണ്ടാ? ചേരാനാണ്. അതുകൊണ്ടാണ്. ഇഷ്ടപ്പെട്ട നടനാരാ? ശിവകാർത്തികേയനാണോ? അതെ.